നടരാജ് ഒന്ന് ശ്വാസം വിടൂ, ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുക. കാസറോൾ എന്താണ്? കാസറോൾ, പംകിൻ കാസറോൾ, വൈറ്റ് സോസ്. കുറേ സോട്ടിങ് ആൻഡ് പിന്നെ അതിൽ വൈറ്റ് സോസ് ഉണ്ടാക്കി പിന്നെ ബേക്ക് ചെയ്തു. ആദ്യം പാൻ ഗ്രിൽ ചെയ്തു. ക്യാപ്സിക്കം, 2 ടൈപ്പ് ക്യാപ്സിക്കം, റെഡും യെല്ലോയും, പിന്നെ പംകിൻ സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് മാരിനേഷൻ ചെയ്തു. മാരിനേഷൻ വെച്ചിട്ട് പാൻ ഗ്രിൽ ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഒരു സോസ് ഉണ്ടാക്കി. ആദ്യം ഗാർലിക്കും ഓണിയനും സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് ഒന്നുകൂടി സോട്ട് ചെയ്തു. വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ ചെയ്തു, കാര്യങ്ങളൊക്കെ നടന്നു അല്ലേ? അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ കുറേ നേരം എടുക്കും. നടരാജ് ജോലി ചെയ്തതും അങ്ങനെയാണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് തീർക്കുന്ന കാര്യം പോലും യു ടേക്ക് സോ മച്ച് ഓഫ് ടൈം. നമുക്ക് ക്ഷമ നശിച്ചു. അതാണ് ഈ കാസറോൾ ഉണ്ടാക്കുന്നതിന് എന്തിനാണ് പാൻ ഗ്രിൽ ചെയ്യുന്നത്? ഇല്ല, അത് മറ്റേ കുറച്ച് നേരം കുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇനി ഉടഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട്. സാറിന് ആ സോസിലേക്ക് കുക്ക് ആവണം. പ്രത്യേകിച്ച് ഗ്രിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. ആവശ്യമില്ല. ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എത്ര മാരിനേഷൻ ചെയ്താലും ഈ സോസിൽ കുക്കാകുമ്പോൾ അത് പോകും. മാരിനേഷൻ ചെയ്തു, ഗ്രിൽ ചെയ്തു, അല്ല ബൈറ്റ് സൈസ് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കാം. ഓക്കെ, കണ്ടു നോക്കാം. നടരാജിൻ്റെ പംകിൻ കാസറോൾ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടു നോക്കാം. ഇന്നിവിടെ മത്തങ്ങ, അതായത് പംകിനാണ് മെയിൻ കോർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഞാനിന്ന് ഇവിടെ പംകിൻ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാസറോൾ എന്ന് പറയുന്ന ഡിഷാണ്. അതായത് പംകിൻ കാസറോൾ. അതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പംകിനാണ്. അതിൻ്റെ കൂടെ ക്യാപ്സിക്കം റെഡ് കളറും യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയൊരു മാരിനേഷൻ കൊടുത്തിട്ട് ഇത് പാൻ ഗ്രിൽ ചെയ്തെടുക്കും. പിന്നെ അതിനുശേഷം ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ആ വൈറ്റ് സോസും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ചീസ് സ്പ്രെഡ് ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും. ഇതാണ് ഈ ഡിഷിൻ്റെ ഒരു ഔട്ട്ലൈൻ. നമുക്ക് ആദ്യം പാൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ചെയ്യാം. അതിന് കുറച്ച് ഒലിവ് ഓയിൽ. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ച് ചോപ്ഡ് ഗാർലിക്, സോൾട്ട്, പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 സ്പൂൺ വിനീഗർ, കുറച്ച് ഓറിഗാനോ. ഇതൊരു ഇറ്റാലിയൻ സീസണിങ് ആണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യും. ഇത് നമ്മൾ പാൻ ഗ്രിൽ ചെയ്തെടുക്കും. പിന്നെ ഇതൊരു വൈറ്റ് സോസിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പാൻ ഗ്രിൽ ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ചെയ്യാം. നടരാജ് കോണ്ടിയിലേക്ക് കയറിയോ? അതെ, ആണോ? ഒരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് ഇനി മത്തങ്ങ കാണുമ്പോൾ ചാടിക്കറി വല്ല നാടൻ അലുവയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമെന്നാണ്, ബർഫിയോ അങ്ങനെ എന്തെങ്കിലും. എന്തായാലും ഇത് നന്നായി. ഈ കോണ്ടിനെന്റിൽ തോന്നാൻ കാര്യം എന്താ? അല്ല, നമ്മുടെ ഈ ഹൽവ എന്നൊക്കെ പറയുന്നത് സാധാരണ ആൾക്കാരെല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് മാത്രമല്ല കോമ്പറ്റീഷൻ്റെ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ? അതെ അതെ, വളരെ ഈ പ്രിലിം സ്റ്റേജൊക്കെ കഴിഞ്ഞു. വളരെയൊന്നും അല്ല, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഫൈനൽസിൻ്റെ ആ ഒരു സ്റ്റെപ്പിലെത്തി. അതെ അതെ അല്ലേ? നമ്മളിപ്പം സെമിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള എലിമിനേഷൻ റൗണ്ട്സ് ആണ് ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാസറോൾ ഡിഷാണ്. സാധാരണ ചിക്കൻ കാസറോളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് പംകിൻ വെച്ച് ചിക്കൻ റീപ്ലേസ് ചെയ്ത് പംകിൻ വെച്ച് ചെയ്യാൻ പോകും. അപ്പോൾ പാൻ ഗ്രിൽ ചെയ്തെടുത്തിട്ട് വൈറ്റ് സോസ് കുക്ക് ചെയ്തിട്ട് പിന്നെ അവസാനം ചീസ് ഇട്ടിട്ട് ബേക്ക് ചെയ്യും. ഓക്കെ, ഫൈൻ. എന്തായാലും നന്നായി വരട്ടെ. ഇടയ്ക്ക് വന്ന് കാണാം. ശരി. ഇപ്പോൾ നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോകണം. ആദ്യം ഒരു ഫ്രൈങ് പാൻ വെച്ചു, അടുപ്പ് വെച്ച് ചൂടായി. നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന പംകിൻ പീസസ് ഇട്ട് കൊടുക്കും. ഞാൻ ഓൾറെഡി ഒലിവ് ഓയിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം റോസ്റ്റ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മത്തങ്ങ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു അതാണ്. അപ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് വളരെ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് സോട്ടയായി ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. ഇത് ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീസ് ഗ്രേറ്റ് ചെയ്യാൻ. മൊസറേല ചീസാണ് ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഗ്രേറ്റഡ് ചീസ് നമ്മൾ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിൽ മിക്സ് ചെയ്യും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡിഷിൻ്റെ മുകളിൽ ഗാർണിഷായിട്ട് ഇത് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മൊസറേല ചീസാണ്.
വൈറ്റ് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചു. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്കൊരു ഏകദേശം ടേബിൾ സ്പൂൺ ബട്ടർ, തീ കുറച്ച് വയ്ക്കും. അതിലേക്ക് 1/4 കപ്പ് മൈദ, ഏകദേശം ഒരു 1/2 ലിറ്റർ പാലൊഴിച്ചു. നമ്മുടെ വൈറ്റ് സോസ് ഏകദേശം ഒരു കട്ടി രൂപത്തിലായി. നമുക്കിതിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചൂടിൽ തന്നെ ഈ ചീസ് മെൽട്ടാവും. നമ്മുടെ വൈറ്റ് സോസ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഈ ഇവിടെ ഒരു പാൻ കത്തിച്ച് വെജിറ്റബിൾസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു. നമുക്ക് ചോപ്ഡ് ഗാർലിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക്ക് നന്നായിട്ട് സോട്ട് ചെയ്യേ. നടരാജ് ചീസൊക്കെ ധാരാളമാണല്ലോ. ഇത് എന്ത് ചീസായിരുന്നു? ഇത് മോസറില്ല. ധാരാളം, ഒരുപാട്. ഇത് സ്പ്രെഡ് ചെയ്യാനാണ് മുകളിൽ. ഇത് വൈറ്റ് സോസ്. വൈറ്റ് സോസ് ഇതെല്ലാം സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതെ, നല്ലൊരു മണം എന്തായാലും ഇവിടെ. ഇപ്പോൾ ഗാർലിക്ക് ഇങ്ങനെ ഒലിവ് ഓയിലിൽ കിടന്ന് ഫ്രൈ ആകുന്നതിൻ്റെ മണം. ഇനി സവാള ചേർക്കും അല്ലേ? സവാള ചേർക്കും. വൈറ്റ് സോസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ വെജിറ്റബിൾസ് ഒന്നും കൂടി ഇട്ട് സോട്ട് ചെയ്തിട്ട് കുറച്ച് സീസണിങ് പെപ്പറും ഒറിഗാനോ ഒക്കെ സോൾട്ടൊക്കെ ഇട്ടിട്ട് ഈ വൈറ്റ് സോസ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കാസറോളിലേക്ക് മാറ്റിയിട്ട് മുകളിൽ ചീസസ് എന്തായാലും ജോസിൻ്റെ ടേബിളിലും നടരാജിൻ്റെ ടേബിളിലും നല്ല മണം, ഒരു കോണ്ടി സ്മെൽ, നല്ല ശരിക്കും നല്ല ഫ്ലേവർ. നമ്മുടെ അടുത്ത് സവാള സോട്ട് ചെയ്യും. സവാള അത്യാവശ്യം നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ബ്രൗണൊന്നും ആക്കണ്ട, എന്നാൽ പച്ചമണം മാറുന്ന വരെ സോട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് സെലറി ഇത് നന്നായിട്ട് സോട്ട് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസ്, അതായത് പംകിൻ ആഡ് ചെയ്യാം. ഇത് ഈ ഗാർലിക്കിലും ഓണിയനിലും നന്നായിട്ട് സോട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇടാം. നമ്മളിപ്പോൾ ഒരു ഓവൻ 180 ഏകദേശം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് നമ്മുടെ ഈ കാസറോൾ ഡിഷ് തയ്യാറായി കഴിയുമ്പോൾ എടുത്തിട്ട് നമുക്കൊരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഒന്ന് ആഡ് ചെയ്യാം. നമ്മുടെ റെഡും യെല്ലോയും ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ അത് പെട്ടെന്ന് വെന്ത് പോകുന്നതുകൊണ്ടാണ് അവസാനം ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോസ് ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഈ വൈറ്റ് സോസിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കാസറോൾ ഡിഷിലേക്ക് മാറ്റിയിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കുറച്ച് സീസണിങ് ചെയ്യാം. അതായത് കുറച്ച് പെപ്പർ, കുറച്ച് സോൾട്ട്, ഒറിഗാനോ, കുറച്ച് ഡ്രൈ പാർസ്ലെ. 5 മിനിറ്റ്സ് ഈ സോസിൽ ഇതൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് കാസറോൾ ഡിഷിലേക്ക് മാറ്റാം. അതായത് നമ്മുടെ ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് സ്പ്രെഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നടരാജേ, ഒന്നുകൂടി ഒന്ന് ഫാസ്റ്റ് ആക്കിയാൽ വളരെ നല്ലതായിരിക്കും. കഴിഞ്ഞു. മാത്രമല്ല ഇവിടെ എന്താണ് ഇത്രയും ഡേർട്ടി ആയിട്ടിരിക്കുന്ന ടേബിളെല്ലാം, പാല് അത് ഇത് വെരി സ്ലോ. പിന്നെ ഇങ്ങനെ ഒരു ബഹളം. അന്ന് ഭാര്യയും പെങ്ങളും ഒക്കെ വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു. ഒറ്റയ്ക്ക് വിട്ടാൽ പണിയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണേ? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒരാവശ്യമില്ല. ഇനി ഇത് ആയല്ലോ, ഇനി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ചീസ് സ്പ്രെഡ് ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തോളൂ. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഡിഷ് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ ചീസ് സ്പ്രെഡ് ചെയ്യും. സിൽവർ ഫോയിൽ വെച്ചിട്ട് നമ്മുടെ ഓവനിലേക്ക് ഈ ഡിഷ് ട്രാൻസ്ഫർ. ഇതൊരു 20 മിനിറ്റ് നമുക്ക് വയ്ക്കാം. പ്രോസസ് ഒക്കെ നടന്നിരിക്കുന്നു. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ.
മൊസറല്ല. മൊസറല്ല. അത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ചീസ് ഒരുപാടായിരുന്നു. ടു മച്ച് ഓഫ് ചീസ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചീസിൻ്റെ ക്വാണ്ടിറ്റി കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നത് ഉപ്പും കുറച്ച് കുറവാണ്. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഉപ്പ് കുറവ്. എനിക്ക് പിന്നെ ബേക്ക് പിന്നെ ഇത് പറഞ്ഞ പോലെ ബോയിലായി അല്ലേ? ടെമ്പറേച്ചറിൻ്റെ കാര്യം ശരിയല്ല. എത്ര ടെമ്പറേച്ചറാണെന്ന് പറഞ്ഞത്? 180. ഒരു ബോഡി കിട്ടിയിട്ടില്ല. ഞാൻ സെറ്റുമായിട്ടില്ല, കുറുകിയിട്ടുമില്ല, ഒന്ന് വല്ലാതിരിക്കണം. അപ്പം എടുത്തെങ്കിലും ഇപ്പം ഇവന് ബി ടേക്ക് ഇറ്റ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്നത്. ദിസ് ഇസ് റോങ്. എവിടെ എത്തിയിട്ടില്ല. ഇത്രയും നിങ്ങൾ ബേക്ക് ചെയ്തിട്ട് അല്ലേ, ഇത്രയും നിങ്ങൾ ബേക്ക് ചെയ്തിട്ടും വെള്ളമേ അങ്ങനെയുണ്ട്. സെറ്റായിട്ടില്ല. ഒരു സെറ്റിങ് വന്നിട്ടില്ല. മനസ്സിലായില്ല. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം. ഇതല്ല അതിൻ്റെ ഒറിജിനൽ ടെക്സ്ചർ. ഓക്കെ, ചിക്കനാണ് കണ്ടിട്ടുള്ളത്. അല്ലല്ല, ഏതെങ്കിലും ഇപ്പം ക്യാപ്സിക്കമും പംകിൻ ബോത്ത് അത്ര ബൈൻഡിങ് വരുന്ന വെജിറ്റബിൾസ് അല്ല. സോ ഇതുപോലത്തെ ഇതിൽ നമ്മൾ എപ്പോഴും ഷുഡ് ആഡ് സംതിങ് ഇച്ചിരി ബോഡി തരുന്ന പോലെ. ഇത്ര സോസി ആക്കരുത്. ഞാൻ സോസിൻ്റെ നെടുകൽ കൂടിപ്പോയി.